സാദിഖിലേക്കാണ്. സാദിഖ്, കുട്ടികൾ എന്തെങ്കിലും നിലയിൽ അധ്യാപകന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിന്റെ ഇന്റേണൽ മാർക്ക് ചെയ്ത് ഞാൻ 3 മാർക്ക് കുറയ്ക്കുകയാണ്, 10 മാർക്ക് കുറയ്ക്കുകയാണ്, ഒരു വർഷം നീ അനുഭവിച്ചോളൂ എന്ന മട്ടിലുള്ള പ്രതികരണമാണ് അധ്യാപകന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് പേടിച്ച കുഞ്ഞുങ്ങളാരും മിണ്ടുന്നില്ല, ഇത്ര നാൾ അവർ മൗനമായിരിക്കുകയും ചെയ്തു. സാദിഖ്, നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്നതുകൂടിയുണ്ട്. സ്വാശ്രയ കോളേജാണ്, പക്ഷെ എന്നു കരുതി അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അത് വിട്ടുകൊടുക്കലല്ലോ വേണ്ടുന്നത്. സാദിഖ്, അപ്പോൾ ഇത്രയധികം നാൾ ഇത്രയധികം മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ ആരും എന്നുള്ളതാണ് പറയുന്നത്, നമ്മൾ ആരും ഇത് തിരിച്ചറിഞ്ഞില്ല? ഇതാ നിധിൻ എന്നൊരു ജീവൻ പോകുന്നത് വരെ നമ്മളൊക്കെ മൗനമായിരിക്കേണ്ടി വന്നു. സാദിഖ്, ആരുടെ വീഴ്ചയാണിത്? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ചും പ്രൊഫഷണൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്ഥാപനങ്ങളിലും എഞ്ചിനീയറിംഗ് മേഖലയിലടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വളരെ വിദ്യാർത്ഥി വിരുദ്ധമായ നിലയിലുള്ള പ്രവണതകൾ അതിശക്തമായി തുടരുന്നു എന്നുള്ളത് എല്ലാ കാലവും കേരളത്തിൽ SFI അതിശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ജീവൻ അപഹരിക്കപ്പെടണം എന്നുള്ളതാണ് കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി. നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ചേതനയറ്റ ശരീരത്തെ കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയുടെ മുന്നിൽ ഇങ്ങനെ വെള്ളപുതപ്പിച്ച് കിടത്തിക്കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഉത്തരവാദി കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധരായ അധ്യാപകരും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന മാനേജ്മെൻറ്റും അടക്കമുള്ളവരാണ്. നിതിൻ്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തെ നമ്മൾ ഇവിടെ പരിശോധിക്കുന്ന സമയത്ത് അതിൽ അനേകം ദുഷ്പ്രവണതകളുടെ അംശം നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് കൃത്യമായി പറഞ്ഞാൽ ജാതിയാണ് പ്രശ്നം. ഒരു വിദ്യാർത്ഥിയുടെ ജാതി ആ കുട്ടിയുടെ ജനനം തന്നെ പ്രശ്നവൽക്കരിക്കുകയും കീഴാള ജാതിയിൽപ്പെട്ട അല്ലെ ദളിത് ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് ആ വിദ്യാർത്ഥി പഠിക്കാനോ മിടുക്കനാവാനോ പ്രൊഫഷണൽ മേഖലയിൽ തൊഴിൽ ചെയ്യാനോ ഭാവിയിൽ അർഹനല്ല എന്നുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തുകയും ആ വിദ്യാർത്ഥിയെ മാനസികമായി ഹറാസ് ചെയ്ത് തകർക്കാനും ശ്രമിക്കുന്ന ജാതി മേൽക്കോയ്മയുടെ മനോഭാവം ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ അടക്കമുള്ള അധ്യാപകരിൽ കാണുകയാണ്. ഒന്നത് പ്രശ്നമാണ്. അതേപോലെ തന്നെ ഒരു നിറത്തിൻ്റെ പേരിലുള്ള ഒരു വർണ്ണത്തിൻ്റെ പേരിലുള്ള വിവേചനം അവർ നേരിടുകയാണ്. അത് ബോഡി ഷെയ്മിങ് എന്നൊക്കെ നമ്മൾ പറയുന്നു. വർണ്ണത്തിൻ്റെ പേരിൽ ആ കുട്ടിയെ അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി വിരുദ്ധമായ നിലയിൽ വിദ്യാർത്ഥി സ്വാതന്ത്ര്യത്തെയും വിദ്യാർത്ഥികളുടെ അവകാശബോധത്തെയും ഹനിക്കുന്ന നിലയിൽ ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ, ഞങ്ങൾക്കെതിരെ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ വിനീത വിധേയദാസന്മാരായി ജീവിച്ചില്ലെങ്കിൽ ഞങ്ങൾ അറ്റൻഡൻസ് കുറയ്ക്കും, ഇന്റേണൽസ് കുറയ്ക്കും, നിങ്ങളെ തുടർന്ന് പഠിക്കാൻ അനുവദിക്കാത്ത നിലയിൽ നിങ്ങളുടെ ഭാവി തന്നെ നശിപ്പിച്ച് കളയും എന്ന് തീരുമാനിക്കുന്ന നിലയിലുള്ള വിദ്യാർത്ഥി വിരുദ്ധത. അതേപോലെ തന്നെ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഹുങ്കിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള സ്വാശ്രയ മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെയും അവിടുത്തെ അധ്യാപകരുടെയും ഒരു ഏകാധിപത്യപരമായ പ്രവണത. ഇങ്ങനെ പറഞ്ഞു വരുന്ന പശ്ചാത്തലം ശരിയാണ്. ഞാൻ മുൻപ് അലോഷ്യസിനോടും ചോദിച്ചു, അതായത് സാദിഖ്, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രധാനമായും അവിടെ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നുമാണല്ലോ. ഇപ്പോൾ സാദിഖിന്റെയും അലോഷ്യസിന്റെയും ഒക്കെ ഞാൻ മുൻപ് അലോഷ്യസിനോടും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം സംഘടനകൾക്ക് പോലും നിങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിലുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടായിരിക്കും. ഉന്നയിച്ചതും ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും പ്രസക്തമാവുന്നത് വിദ്യാർത്ഥി സംഘടന അവിടെ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കില്ലേ? വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് കടലാസിൽ അംഗീകാരം നൽകിയാൽ മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കുള്ളൂ എന്നുള്ളത് ആ ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അറ്റൻഡൻസിന്റെയും ഇന്റേണൽസിന്റെയും പേര് പറഞ്ഞ് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുമ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്താൻ പലപ്പോഴും വിദ്യാർത്ഥികൾ സന്നദ്ധമാകുന്നില്ല, ധൈര്യപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാലും ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, കേരളത്തിൽ സാധ്യമാകുന്ന നിലയിലെല്ലാം സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ യൂണിറ്റുകൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്താൻ SFI ശ്രമിക്കുന്നുണ്ട്. മെഡിക്കൽ മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയിലും അതേപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് മേഖലയിലും എല്ലാമുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലും സ്വാശ്രയ സ്ഥാപനങ്ങളിലും അവിടെയും അത് 100% പ്രവർത്തനം എത്തിക്കാൻ സാധിക്കാറില്ല. ഇത്തരം ക്യാമ്പസുകളിൽ വലിയ വിദ്യാർത്ഥി വിരുദ്ധത നടക്കുകയാണ്. ശരി, ഓക്കെ സാദിഖ്, ആ പോയിന്റ് ക്ലിയർ ആണ്. ഞാൻ മടങ്ങി വരാം സാദിഖിലേക്ക്. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും സാദിഖ് അത് കേട്ടില്ല. പക്ഷേ ആ പോയിന്റിലേക്ക് സാദിഖ് വന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.